on. വെൽക്കം ടു പൾപിറ്റ്. മെയ് 29 എക്സാമിന് വേണ്ടി എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പറേഷൻ നടത്തിയിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. അങ്ങനെ തന്നെ മുമ്പോട്ട് പോട്ടെ. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഡേറ്റ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ഞങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്നത്. നമ്മുടെ മെയ് 5-നാണ് HSST ആ ഒരു അംഗം സ്റ്റാർട്ട് ചെയ്യുന്നത്. മാത്സുകാരാണ് ആദ്യം പടക്കളത്തിലേക്ക് ഇറങ്ങുന്നത്. നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ്. ഇംഗ്ലീഷുകാർക്ക് ഇച്ചിരി സമാധാനമുണ്ട്. ജനറൽ പേപ്പറൊക്കെ പാറ്റേൺ എന്താണ് എന്നൊക്കെ ഒന്ന് തപ്പി കണ്ടുപിടിച്ച് തരാനുള്ള ഒരു അവസരമൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ നിങ്ങളെല്ലാം തിരക്കിയിരുന്നത് എത്ര പേരോട് ഒരു കോമ്പീറ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. പടക്കളത്തില് എത്ര പേരുണ്ട് എന്നുള്ളതാണ്. ഇംഗ്ലീഷിനാണ് ഏറ്റവും കൂടുതൽ ആപ്ലിക്കൻസ്. ആസ് യൂഷ്വൽ 8303 പേരാണ്. അതില് 512 പേര് കൺഫർമേഷൻ കൊടുത്തിട്ടില്ല. സോ 7791 നിയർലി 8K ആപ്ലിക്കൻസ് ആണ് HSST ഇംഗ്ലീഷിന് നിലവിലുള്ളത്. ആ ഒരു ലിസ്റ്റ് കാണുമ്പോൾ തന്നെ കാണാം ഏറ്റവും കൂടുതൽ ആപ്ലിക്കൻസ് ഉള്ളത് തന്നെ നമ്മുടെ ഇംഗ്ലീഷിലാണ്. കാരണം ലിസ്റ്റ് കാണുമ്പോൾ എനിക്ക് നമ്മളെ പിള്ളേർക്ക് തന്നെ തോന്നും, വല്ല കന്നഡ എടുത്ത് പഠിച്ചാൽ മതിയാണ്. കാരണം 61 ആൾക്കാർ മൊത്തത്തിലുള്ള 58 പേര് എഴുതുന്നുള്ളത്. അപ്പോ എല്ലാ കുട്ടികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെക്യൂരിറ്റി എന്ന് പറയുന്നത് വലിയ കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പൊ എത്ര പേര്, അപ്പൊ മനസ്സിലാക്കുക 7791 പേരാണ് ഇതിൽ മത്സരിക്കുന്നത്. അപ്പൊ ടീച്ചറെ, അപ്പൊ ഒരുപാട് ആൾക്കാർക്ക് സംശയമുണ്ട്, എത്ര പേരുടെ ലിസ്റ്റ് ആയിരിക്കും വരിക, എത്ര വന്നാൽ ജോലി കിട്ടും, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട്. സാറ് നോർമലി, അതായത് കഴിഞ്ഞ ലിസ്റ്റ് ഞാൻ എപ്പോഴും പറയും, കഴിഞ്ഞ ലിസ്റ്റ് സംഭവിച്ചു പോയതാണ്, സ്റ്റാറ്റിക്കായി പോയതാണ്. അല്ലാതെ നമ്മൾ നോക്കിയാൽ ഒരു 82 to 104 നിയമനങ്ങൾ നിർബന്ധമായിട്ട് നടക്കേണ്ടതാണ്. അതിന് തൊട്ട് മുമ്പത്തെ എക്സാമിനൊക്കെ ഒത്തിരി നടന്നിട്ടുണ്ട്. സാറിന് അറിയാം, നിയർലി 1000-നുള്ളിൽ വന്നാൽ പോലും ജൂനിയർ സീനിയർ കൂടെ കയറുമായിരുന്നു. പക്ഷെ നിലവിൽ നമുക്കിപ്പം ജൂനിയർ വേക്കൻസിയാണ്. ജൂനിയർ വേക്കൻസിക്ക് 84 നിയമനങ്ങൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. തൊട്ട് മുൻപത്തെ ലിസ്റ്റിലുള്ളവരുടെ കാര്യം അതങ്ങനെ സംഭവിച്ചു പോയതാണ്. നമ്മുടെ കൊളേജിയറ്റിനും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരുന്നല്ലോ. സോ അത് മാറ്റി നിർത്തിയാൽ നിർബന്ധമായിട്ടും അത്യാവശ്യം നല്ല പോസ്റ്റിംഗ് നടക്കുന്ന ഒരു എക്സാം തന്നെ ആയിരിക്കും. ഓക്കെ, പിന്നീട് ഇതിന്റെ അകത്ത് മെയ് 25-ന് തുടങ്ങുന്ന എക്സാമുകളുടെ പാറ്റേണുകൾ നിങ്ങൾ കൃത്യമായിട്ട് നോക്കണം. ജനറൽ പേപ്പർ പഠിക്കണോ വേണ്ടയോ എന്നുള്ള, ഇവിടെ പഠിക്കണം തുടങ്ങിയ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും. പിന്നെ സർ, എന്താണ് ഉദ്യോഗാർത്ഥികളോട് ഈ ലാസ്റ്റ് സമയം എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം എന്നാണ് പറയാനുള്ളത്? ഓക്കെ, നമുക്ക് എന്തായാലും ഇനി ഏകദേശം ഇനി ഒരു 10-50 ദിവസത്തിന് മുകളിൽ സമയമുണ്ട്. ബട്ട് നമ്മൾ ഇംഗ്ലീഷ് പറയല്ലോ, ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്നാണ്. അതുപോലെ ഇപ്പോഴായാലും നിങ്ങളൊന്ന് നല്ലപോലെ സ്റ്റാർട്ട് ചെയ്യുക. ഫോക്കസ് ആയിട്ട് 50 അല്ല, ഏപ്രിൽ ഫുൾ ഉണ്ട്, മെയ് 29 വരെ ഉണ്ട്. പിന്നെ ഇപ്പൊ നമ്മുടെ ഒരു 10 ദിവസം ഒരു 10-60 ദിവസത്തെ അടുപ്പിച്ച് നമുക്ക് വരുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ സൂചിപ്പിച്ച പോലെ തന്നെ 7000 പേരോളം കോമ്പീറ്റ് ചെയ്യുന്ന ഒരു എക്സാം ആണ്. അതിലൊരു 2000 പേര് തന്നെ ഇതേന്നും പറഞ്ഞ് ഇരുന്നാൽ തന്നെ ഒരു വലിയ കോമ്പറ്റീഷൻ ആയി കഴിഞ്ഞു. അപ്പൊ ജോലിയൊക്കെ രാജിവെച്ച് പഠിക്കുന്നവരുണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ച് രാവിലെ തൊട്ട് വൈകുന്നേരം പഠിക്കുന്ന ഒരുപാട് ആൾക്കാർ നമുക്കറിയാം. അപ്പോൾ അവരോടൊക്കെ എന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാവരോടും പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസിസ്റ്റൻസി ഇസ് ദ കീ. മെയ് 28 വരെ നീണ്ടു നിൽക്കുന്ന വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് ദിവസം ഒരു 5 to 6 hours മാറ്റി വെച്ച് നല്ലപോലെ പഠിക്കുന്നതോടൊപ്പം തന്നെ മാക്സിമം MCQs വർക്ക്ഔട്ട് ചെയ്യുക, നിരന്തരമായിട്ട് റിവൈസ് ചെയ്യുക. ഇതൊക്കെ തന്നെയാണ് ചെയ്യാന്നുള്ളത്. അതായത് ബാക്കി എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ കൊടുത്തിരിക്കുന്ന സമയം നല്ല രീതിയിൽ വെട്ടിക്കുറച്ച് കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അവസാനം ആ ഇൻവെസ്റ്റ്മെന്റ് തന്നെയാണ് നിങ്ങൾക്ക് റിസൾട്ട് കൊണ്ടുവരുന്നത്. അതെ, ഈ ഡിഫറെന്റ് ലേയേഴ്സ് ആയിട്ട് നിങ്ങൾ റിവിഷൻ ചെയ്യണം. നമ്മുടെ കോഴ്സിൽ തന്നെ എടുത്തവർക്കറിയാം, എടുക്കാത്തവരോടല്ല, എടുത്തവർക്കറിയാം. മോർണിംഗ് ലൈവും അതുപോലെ തന്നെ ഒരു ടോപ്പിക്ക് കഴിയുമ്പോൾ എക്സാം, പിന്നെ നമ്മൾ മൊഡ്യൂൾ വൈസ് കുട്ടികൾ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി കോഴ്സ് എടുത്തിട്ടില്ല, സെൽഫ് പ്രിപ്പയറിംഗ് ആയ ഒരു വലിയ വിങ് ഉണ്ട്. കാര്യം കഴിഞ്ഞ VHSC എഴുതി അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാം. സോ ഇനിയത്തെ 60 മാസം പ്രിപ്പയർ ചെയ്യാൻ ഇരിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു വിജയത്തിലോട്ടുള്ള വഴി MCQs ആണ്. അപ്പൊ എല്ലാ കുട്ടികളും ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് ഇത്രയും MCQs ഇതിന് എവിടുന്ന് കിട്ടും? നെറ്റിൽ കിട്ടുന്ന പലതും അങ്ങോട്ട് കുട്ടികൾക്ക് റിലയബിൾ ആയി വരുന്നില്ല. അപ്പോൾ നല്ല മെറ്റീരിയൽസ് ഉണ്ടോന്നൊക്കെ ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ചോദിക്കും. നമുക്ക് 2 സെറ്റാണ്. അതായത് നമ്മൾ ഓഗസ്റ്റിൽ ലോഞ്ച് ചെയ്ത അന്ന് നമ്മൾ വർക്ക് ചെയ്ത് തുടങ്ങിയ 2 സംഭവങ്ങളാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇപ്പം നിങ്ങളുടെ ഫ്രണ്ടിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്ന, നേരിട്ട് വാങ്ങാവുന്നതാണ് നമ്മുടെ ക്വിസിറ്റ്. ക്വിസിറ്റിന്റെ ഏറ്റവും വലിയ ഗുണം, ക്വിസിറ്റ് വാങ്ങുന്നവർക്ക് ആ ഒരു 25 ലൈവിൽ കൂടെ നമ്മളായിട്ട് തന്നെ അത് പഠിപ്പിക്കും. അതായത് ഇപ്പൊ നിങ്ങൾ ഏപ്രിൽ വാങ്ങിയാൽ മെയ്യിൽ നമ്മളത് വർക്ക്ഔട്ട് ചെയ്യും. നമ്മുടെ കുട്ടികൾക്ക് എന്തായാലും നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. ആ കൂട്ടത്തിൽ തന്നെ ചേർത്ത് വർക്ക്ഔട്ട് ചെയ്യും. കൾച്ചറൽ സ്റ്റഡീസ് ഒക്കെ നല്ല ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ചുമ്മാ ഇന്ന് രാവിലെ മോർണിംഗ് ലൈവിൽ ഒന്ന് ഇട്ട് കൊടുത്തായിരുന്നു. നല്ല ക്വസ്റ്റ്യൻസ് ആണ് വന്നേക്കുന്നത്. എൻകോഡിങ് ഡീകോഡിംഗ് എന്നൊക്കെ പ്രാക്ടിക്കൽ ആസ്പെക്ട് ചോദിച്ചിട്ടുണ്ട്. ഇതിങ്ങനാണെങ്കിൽ ആ കോഡ് ഏതാ? അപ്പം അത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നല്ല ബുക്കാണ്. 2000 rupees ഷിപ്പിങ്ങും ആണ്. പ്ലസ് ഇതിൻ്റെ അകത്ത് തന്നെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എന്തുണ്ട്, നമ്മുടെ ക്ലാസ് വരുന്നുണ്ട് സർ. പിന്നെ അതുപോലെ ഇപ്പൊ നമ്മൾ 1499 രൂപയ്ക്ക് തുടങ്ങിയേക്കുന്ന 30 ദിവസത്തെ, അതാണ്ട് ഇവിടെ ഏപ്രിൽ 5-ന് തുടങ്ങി മെയ് 6-ന് തീരും. 30 ദിവസത്തെ MCQ സീരീസ് ഉണ്ട്. എന്തുമാത്രം ഇമ്പോർട്ടന്റ് ആണ് MCQs.
കാരണം ഇത്തരം പരീക്ഷകൾ വരുമ്പോൾ, ഇത്തരം മത്സര പരീക്ഷകൾ വരുമ്പോഴത്തേക്ക് അറിയാമല്ലോ, നമുക്ക് ആ MCQ എന്ന് പറയുമ്പോൾ തന്നെ തരുന്ന ഓപ്ഷൻസ് അറിയാമല്ലോ എങ്ങനെയാണ്. ഒരുപോലെ ഇരിക്കുന്ന 4 ആൾക്കാരായിരിക്കും തരുന്നത്. അപ്പൊ നല്ല രീതിയിൽ വായിച്ചാലും അല്ലെങ്കിൽ നല്ല രീതിയിൽ പഠിച്ചാൽ മാത്രമേ, ഇപ്പൊ ചില ടൈറ്റിലുകളൊക്കെ എഴുതുമ്പോൾ ഇടയ്ക്ക് കുത്ത്, കോമ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ ഇത്തരം കാര്യങ്ങളൊക്കെ വരത്തുള്ളൂ. അതുകൊണ്ട് ഒരു ദിവസം മിനിമം ഒരു 200 MCQs ഒക്കെ വെച്ച് പ്രിപ്പയർ ചെയ്യണം, അത്രയൊക്കെ ചെയ്യണം. അപ്പൊ അതിനുള്ളൊരു നല്ല ഹെൽപ്പായിട്ടാണ് ഈ ക്വിസിനെ നിങ്ങൾ കാണേണ്ടത്. അതുപോലെ തന്നെ സാറേ HSST സംബന്ധിച്ച് ഒരു ഗുണമുള്ളത്, പൊതുവെ നമ്മൾ ദോഷൈക ദൃക്കുകളാണ്, പക്ഷെ ഗുണമുള്ളത് എന്ന് പറഞ്ഞാൽ ആ സിലബസിലുള്ളത് ചോദിക്കും. ഇപ്പൊ EMRSന്റെ എക്സാം അങ്ങോട്ട് കഴിഞ്ഞിട്ട് സ്റ്റുഡൻസ് വിളിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഞാൻ ആ ക്വസ്റ്റ്യൻ വെറുതെ ഒന്ന് കണ്ടു നോക്കി. ഡിസ്ക്രിപ്റ്റീവ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ട് ഡിസ്ക്രിപ്റ്റീവ് 1 വേർഡ് 1 വേർഡ് എന്ത് ഡിസ്ക്രിപ്റ്റീവ് ആണെന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ 2 എന്തോ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ്. അപ്പം നിങ്ങളെ പിന്നെ സാറ് പറഞ്ഞ നമുക്ക് സിലബസിൽ എന്തോ, അതായത് എന്റെ അടുത്ത് കുട്ടികൾ പറഞ്ഞെന്ന് പറഞ്ഞാൽ EMRSന്റെ ഒക്കെ സിലബസിൽ ഈ എക്സെട്ര ഇട്ടിട്ടുണ്ട്. അതായത് കുറെ ആൾക്കാരുടെ പേര് എക്സെട്ര. അപ്പൊ എക്സെട്ര എന്ന് പറയുമ്പോൾ എന്തോ എവിടുന്ന് ചോദിക്കാമല്ലോ. അപ്പൊ അങ്ങനത്തുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല, ഇതേ ചോദിക്കൂ. അപ്പൊ നിങ്ങൾ പറയും ഇത്രയും തന്നിട്ടാണോ ഇതിൽ നിന്ന് ചോദിക്കുന്നത്, പക്ഷെ ഇതേ ചോദിക്കും. ബേസിക്കലി സമാധാനപ്പെടുക. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് വളരെ സമാധാനമായിട്ടിരുന്ന് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അതല്ലാതെ നമ്മൾ ഇത്രയും ഉണ്ട്, എന്നെ കൊണ്ട് പറ്റുമോ, നമ്മുടെ ജീവിത ദുരിതങ്ങൾ ഒരു സൈഡിൽ എടുത്തു വെച്ച്, നമുക്ക് ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ കാണും, പക്ഷെ അതിന്റെ കൂടെ തന്നെ കോമ്പീറ്റ് ചെയ്യാം. ക്രൈസിസ് ഉള്ളപ്പോൾ പെർഫോം ചെയ്യുന്നവനാണ് അല്ലേ ഏറ്റവും വലിയ ബാരിയർ നമ്മൾ പറയുന്നത്. സമാധാനത്തിൽ ഒരു ഡെയിലി സ്റ്റഡി പ്ലാൻ ഒക്കെ ഉണ്ടാക്കി കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്തിട്ട് വർക്ക്ഔട്ട് ചെയ്ത് തുടങ്ങുക. ഇനിയും പഠിച്ചു തുടങ്ങാത്തവർക്ക്, അല്ലെങ്കിൽ എല്ലാം അറിയാം, ഫൈനൽ പ്രിപ്പറേഷൻ സ്റ്റേജിൽ ഇരിക്കുന്നവർക്ക് ഈ കോഴ്സും വളരെ ഉപകാരമായിരിക്കും കേട്ടോ. 1 മാസത്തെ MCQന്റെ പ്രാക്ടീസ് സെഷൻസ് ആണ്. അത് കൂടുതൽ നമ്മൾ തന്നെയാണ് എടുക്കുന്നത്. സോ സർ, എന്താണ് അവരോട് ഫൈനൽ പറഞ്ഞ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാനുള്ളത്? അപ്പം 7000+ ആപ്ലിക്കൻസ് ഉണ്ട്, അതിലൊരാളാണ് നിങ്ങൾ. പക്ഷെ അതിനപ്പുറത്തേക്ക് റാങ്ക് ലിസ്റ്റിൽ വരുന്ന 100 പേരിൽ ഒരാളാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പൊ കൂടെ ഉണ്ട്. സോ ഭാഗ്യമല്ല, ഹാർഡ് വർക്ക് തന്നെയാണ് ഇതിൽ നിങ്ങൾക്ക് ഫൈനൽ റിസൾട്ട് കൊണ്ടുവരുന്നത്. അപ്പൊ വീണ്ടും ഞാൻ പറയുന്നു, മാക്സിമം ഒരു ദിവസം കഴിയുന്നത് ഒരു 10, 200, 250 എത്രത്തോളം നിങ്ങൾക്ക് പുഷ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും അത്രയും നല്ലത്. അപ്പൊ അത്രയും MCQs വർക്ക്ഔട്ട് ചെയ്യുക. 5 അല്ലെങ്കിൽ 6 മണിക്കൂർ ഒരു ദിവസം പഠനത്തിന് വേണ്ടി മാറ്റി വെക്കുക. ഇതിൽ തന്നെ അങ്ങ് ജീവിക്കുക. അത് തന്നെ പറയുന്നത്, 2 മാസം ഇതിൽ തന്നെ. 2 മാസത്തെ കാര്യമല്ലേ ഉള്ളൂ. അതെ, അത് കഴിഞ്ഞാൽ പിന്നെ എന്താ പറയാ, നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും, പിന്നെ നല്ല ജോലി, ആ സാറ്റിസ്ഫാക്ഷൻ തന്നെ ഒന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. വെക്കേഷൻ ടൈം ആണ്. ജോലി ഒന്നും നിങ്ങൾ രാജിവെച്ചോ ഒന്നും പഠിക്കണ്ട. വെക്കേഷൻ ടൈം ആണ്. പിള്ളേരെ പിടിക്കാൻ പോവാതിരുന്നാൽ മാത്രം മതി. ക്യാൻവാസിങ്ങിനൊന്നും പോവാതിരിക്കുക, പഠിക്കാം. ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ്.